ആൽഫ വയർ ഓഫ് യാഷ് രാജിൻ്റെ സ്പൈ യൂണിവേഴ്സിലെ സിനിമയാണ്. ഡയറക്ടർ ഷിവ് റോയൽ, പ്രൊനൗൺസിയേഷൻ മൈറ്റ് ബി അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. RAW എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ഡയറക്ടറും റോ ഏജൻ്റാണെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന്. ഈ സിനിമ ഒരു ആക്ഷൻ ത്രില്ലറാണ്, അറിയാലോ ഒരു സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇത് വലിയ അലമ്പില്ല. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ വാർ 2 എല്ലാം കണ്ടു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഷീറ്റ് തീട്ടപ്പടം. ആ ഒരു സിനിമയ്ക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഗ്രൗണ്ട് ഉണ്ടോ, ഇത് വലിയ കത്തിയില്ല. ആലിയ ഭട്ടിൻ്റെ ഇൻട്രോ ഒക്കെ ടിപ്പിക്കൽ ഈ YRF മറ്റേ സ്പൈ യൂണിവേഴ്സ് പരിപാടി പോലെയുള്ള അത് ലോജിക്ക് ഇല്ലാണ്ട് കുറേ എക്സ്പ്ലോഷൻ, പറക്കല്, ചാടല്, തിരിയല് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രൗണ്ട് ഉണ്ടോ. ഇതിൽ ഷർവാരി ഉണ്ട്. ഇത് ബേസിക്കലി ഹീറോയിൻസ് ആണ്, വിമൻ ഓറിയൻറ്റഡ് ആണ് സിനിമ. കാരണം ഇതിലെ പരിപാടി മൊത്തം ആക്ഷൻസൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവർ രണ്ടുപേരും തന്നെ, ഷർവാരിയും ആലിയ ഭട്ടും. ആലിയ ഭട്ടിൻ്റെ ഒരു ലുക്കൊക്കെ നോക്കി കഴിയുന്ന സമയത്ത് നമുക്ക് മെട്രിക്സിലെ ട്രിനിറ്റീനൊക്കെ പോലെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു അപ്പിയറൻസും കോസ്റ്റ്യൂംസും ഔട്ട്ഫിറ്റ്സും ഫിസിക്കൊക്കെ അങ്ങനെ. പിന്നെ ഷർവാരി കിട്ടെല്ലാം ഫിസിക്ക്, ടിപ്പിക്കൽ ഫിസിക്ക്. പിന്നെ ഇവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ഇത് ദേ ആർ അൺഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ് ഇതിനകത്ത്, ഒരേ ദിവസം ജനിച്ച. പക്ഷേ റിയലായിട്ട് ഞാൻ പറയുകയാണ് 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ഷർവാരി 29 ആലിയ 33. അപ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ അന്ന് പടത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വിത്ത് ദെയർ ഫിസിക്, ദെയർ കെമിസ്ട്രി. ആലിയ ഷർവാരിനെ ബിച്ച് എന്നൊക്കെ വിളിക്കുന്നത് അത് അവരുടെ ഒരു പരിപാടി ഭയങ്കര രസമായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ആലിയയുടെ ഇൻട്രോ ഭയങ്കര കത്തിയായിരുന്നു, ടിപ്പിക്കൽ കത്തി. പക്ഷെ പിന്നീട് ഇതിൽ വേറൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഈ ഷർവാരി ആലിയയും കൂടെയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കാശ്മീർ. ലോട്ട്സ് ഓഫ് പ്ലേസസ്, ചിറാപുഞ്ചി, കാശ്മീർ, രാജസ്ഥാൻ, സ്പെയിൻ. അവർക്ക് പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ യാഷ് രാജിനൊന്നും. സ്പെയിനിലൊക്കെ ശരിക്കും പോയി എടുത്തേക്കുക. അപ്പം അങ്ങനെ 100 കോടി എങ്ങാണ്ടാണ് ഇതിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഓവറായിട്ട് പിന്നെ പണിയിട്ടില്ല, ഒരു ഒതുക്കമുണ്ട്. ഈവൻ ഗ്രേഡിങ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര വാം ടോണിലുള്ള ഒരു സിനിമയല്ല ഇത്. കുറച്ചൊരു കൈൻഡ് ഓഫ് ബ്ലൂയിഷ് അങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ ലൊക്കേഷൻസ് ഒക്കെ നല്ല രസമുണ്ട്, എസ്പെഷ്യലി കാശ്മീർ, ലഡാക്ക്, അവിടുത്തെ ലേക്ക്, പിന്നെ ഇതിലെ കുറേ ഫോറസ്റ്റ് പ്ലേസസ്, വാട്ടർഫോൾസ്, അങ്ങനെ ഇതൊരു കൈൻഡ് ഓഫ് ജേണി, അങ്ങനെ കുറേ ഉണ്ട് പരിപാടി. പിന്നെയുള്ളത് അനിൽ കപൂറാണ്. അനിൽ കപൂർ ഇസ് എ വണ്ടർ. കാരണം നമ്മൾ ഏജന്റ് റിവേഴ്സ് ഗിയർ മാങ്ങാത്തൊലിങ്ങനെ പറയില്ല, ചുമ്മാ ഫോട്ടോയും എഡിറ്റെല്ലാം കാണിച്ച്. ഇതങ്ങനെയല്ല, 70 വയസ്സാണ് പറയാം പുള്ളിക്ക്. അതായത് ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഡയറ്റ് കൊണ്ടും പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊണ്ടൊക്കെ തന്നെ, പിന്നെ ഓഫ് കോഴ്സ് ജെനറ്റിക്സ്. കിട്ടാൻ ലുക്കാണ് പുള്ളി എപ്പോഴും, എന്നാ ലുക്കാണ്. പണ്ട് കണ്ട അതേ അനിൽ കപൂർ തന്നെ. പിന്നെ ബോബി ഡിയോളിന് തകരാറാണ്. പുള്ളി ഒരുമാതിരി സ്ട്രോക്ക് വന്ന പോലെയുണ്ട്. പുള്ളിയുടെ ഫേസ് മിക്ക പടത്തിലും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ടായി. നോട്ട് ഗുപ്ത് ആ സമയത്തുള്ള, സോൾജിയർ ആ സമയത്തുള്ള ബോബി ഡിയോൾ ഞാൻ പറയുന്നത്. ലേറ്റർ ഓൺ ആനിമൽ മുതൽ ഇദ്ദേഹം വില്ലനാവാൻ തുടങ്ങിയ മുതൽ ഇദ്ദേഹം മൊത്തം സ്ട്രോക്ക് വന്ന പോലെ. ഇദ്ദേഹം ഒരു സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി, പക്ഷേ ഈസ് ഗുഡ്. പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു പാകിസ്ഥാൻ ദുരന്തരം, നമ്മളൊരു ദുരന്തരം അങ്ങോട്ട് വിട്ടല്ലോ. അപ്പം ആദ്യത്തെ ഒരു ദുരന്തരം അങ്ങോട്ട് വിട്ടപ്പോൾ യാഷ് രാജ് ഒരു ദുരന്തരം ഇങ്ങോട്ടും വിട്ട്, പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട്. പിന്നെ ഇവരുടെ ടിപ്പിക്കൽ പരിപാടി അറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ പാട്രിയോട്ടിസം, പിന്നെ കുറച്ച് ഹിന്ദുത്വ. ഇതിൽ തന്നെ സീത എന്നാണ് ആലിയ ഭട്ടിൻ്റെ പേര്. നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം, സീത എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഹിന്ദുത്വ കണക്റ്റഡ് ആണ്, എസ്പെഷ്യലി നോർത്താണ് ഞാൻ പറയുന്നത്. പിന്നെ ഷർവാരീൻ്റെ പേര് ദുർഗ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ മിസൈലിനൊക്കെ പേരിടുന്നത്, അങ്ങനെയാണല്ലോ, അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇവരുടെ ഈ കോംബോ, ഈ ഡിയോ, സിസ്റ്റർ ബോണ്ടിങ് സാധനം, ആലിയും ഷർവാരിയും തമ്മിലുള്ള സാധനമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ടിപ്പിക്കൽ പാകിസ്ഥാൻ, ഇന്ത്യ, ഇത് സ്പൈ ആണല്ലോ, ഇപ്പോൾ ഒരു സ്പൈ കാണുമല്ലോ എപ്പോഴും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ HR ഉണ്ട് എന്നുള്ളത് വളരെ ട്രെയിലർ കണ്ടറിയാം. HR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അല്ല, ഹൃത്തിക് റോഷൻ. അപ്പോൾ പുള്ളി ഇതിലുണ്ടെന്നുള്ളത് നമുക്ക് ഓൾറെഡി പുള്ളിയുടെ ഐസ് കാണിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. HR ഐസ് കണ്ടാൽ അറിയാത്ത ആൾക്കാരില്ലല്ലോ ഓൾറെഡി. ദാറ്റ്സ് നോട്ട് എ സ്പോയിലർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ചില ആൾക്കാർ പറയും സ്പോയിലർ എന്താ റിവ്യൂ, സ്പോയിലർ റിവ്യൂവിൽ ഒരു സ്പോയിലർ ഇല്ല, ഒരു തേങ്ങയില്ല. HR ഇസ് ദർ എന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ കബീർ, ഇത് സ്പൈ യൂണിവേഴ്സ് ആണല്ലോ YRFൻ്റെ, അതിൽ കബീർ ഉണ്ട്, മറ്റേ
പത്താനുണ്ട്, സൽമാൻ ഖാൻ്റെ മറ്റേ ഇതുണ്ട്, മറ്റേ തൂവാലയായിട്ട് വരുന്ന പുള്ളി, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതന്നെയാണ് പരിപാടി. പക്ഷേ ആദിത്യ ദർ സെറ്റ് ചെയ്ത് വെച്ച ദുരന്തർ എന്ന് പറഞ്ഞാൽ അത് അന്യായ സിനിമാറ്റിക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അമാൽഗമേഷൻ ഓഫ് ബോത്ത്. അതിൻ്റെ ഒരു മൊസൈക്ക് സാധനം ആദിത്യ ദർ, അതൊരു ഒരു 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 എപ്പിറ്റമിയാണ്. അതിൻ്റെ മുകളിൽ ചെയ്യാൻ ചിലപ്പോൾ ആദിത്യ ദറിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനി ഇവരുടെ പഴയ ഗിമ്മിക്സും മറ്റേ സ്പൈ വർക്കും, പിന്നെ ഇതിൽ ആൽഫ എന്നുള്ള പേര് കിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതെന്താ സ്ത്രീകളെ വെച്ചിട്ട് ആൽഫ എന്ന പേരെന്ന്, ഇത് മറ്റേ ആൽഫ മെയിൽ ആ സാധനമല്ല. ഇത് ഇവരെന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ലെറ്റർ ആണല്ലോ, ഫസ്റ്റ് ലെറ്റർ ആണല്ലോ. അപ്പം ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ദ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആൽഫ എന്ന് ബോബി ഡിയോളിൻ്റെ ക്യാരക്ടർ ഇതിൽ പേരിടുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഡാഡി ഇഷ്യൂസ്, സോഷ്യലൈസേഷൻ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ആലിയ ഭട്ടിന്. കാരണം ഈ ആൽഫ സിറം, ഒരു സിറം വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് ചെറുപ്പം മുതലേ ഇതിൽ കുറച്ച് വേറെ ഇമോഷണൽ സെൻറ്റിമെൻ്റൽ ഒരു സൈക്കോളജിക്കൽ സാധനം കൂടെ വർക്കാവുണ്ട്, സ്പെഷ്യലി സൈക്കോളജിക്കൽ. അതായത് ആലിയയുടെ ക്യാരക്ടർ ചെറുപ്പം മുതലേ ഇയാൾ കൊണ്ടുപോയിട്ട് ഒരു കേജിലിട്ട് വളർത്തുന്ന പോലെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പുറലോകം കാണാതെ വളർത്തുന്ന, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിട്ട് ഒരു അസാസിൻ ആക്കി എടുക്കുന്ന. അപ്പം അതുകൊണ്ട് ഷീ ലോസ്റ്റ് ഹർ ചൈൽഡ്ഹുഡ്, ഷീ ലോസ്റ്റ് ഹർ ഫാമിലി, ആ പാരൻറ്ഹുഡ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ലോസ്റ്റ് ചൈൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്, ഒരു ഡാഡ് ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ ഇല്ലാത്ത പ്രശ്നമുണ്ട്, ഇമോഷൻസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ ഗിനിപ്പന്നീനെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഗിനിപിക്. അപ്പം അങ്ങനെ ഇതിൽ ഡയലോഗ്സ് ഒക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് ടിപ്പിക്കൽ ഒരു YRF സ്പൈ യൂണിവേഴ്സിലെ ഒരു തീട്ടപ്പടമല്ല, മനസ്സിലായോ? ഇതിൽ കുറച്ചൊരു റൈറ്റിങ്ങിലും അതുപോലെ ക്യാരക്ടേഴ്സിൻ്റെ ലെയേഴ്സിലൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് വെറും ഒരു കണ്ണീർ സീരിയൽ മറ്റേ ഫാമിലിയൽ സാധനം മാത്രമല്ല. ഇതിനകത്ത് പിന്നെ അങ്ങനെ കുറച്ച് ലേയേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അറിയാമല്ലോ, ഇതിലൊന്നും വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ സംഭവിക്കും, നമുക്ക് സിനിമ കാണുമ്പോഴേ അറിയാം. അവസാനം മറ്റേ ബോബി ഡിയോളിനെ തട്ടും നമുക്ക് ആദ്യം അറിയാം, അല്ലാതെ പടമില്ലല്ലോ. പിന്നെ കബീർ, ഹൃത്തിക് റോഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ കോസ്റ്റ്യൂംസിലൊക്കെയാണ്, വൺ സ്ക്രീൻ പ്രസൻസ് പുള്ളി, പിന്നെ വേറെ അവതാരമല്ലേ. പക്ഷെ അതിലും ഈ ഒരു ടിപ്പിക്കൽ യാഷായ സാധനമുണ്ട്. ബുള്ളറ്റ് വെച്ചിട്ട് പടക്കടോടിയും പുള്ളി ഇങ്ങനെ, ഞാൻ പുള്ളിയുടെ വിരലിൻ്റെ ഇടയിൽ ബുള്ളറ്റ്സ് പിടിച്ചത് എങ്ങനെ, അതെന്ത് തേങ്ങാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അങ്ങനത്തെ പിന്നെ പുള്ളി ആകെ 5 മിനിറ്റ് കണ്ടുള്ളൂ. പുള്ളി സ്പെഷ്യൽ അപ്പിയറൻസ് പോലെ അങ്ങനത്തെ ലാസ്റ്റ് നന്ദി എഴുതി കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇവരുടെ ഡാൻസും ഉണ്ട്, ഷവാരിൻ്റെ ആലിയുടെ ഒക്കെ ഡാൻസ്. ഇതിന് വേറെ അഡ്വാൻറ്റേജ് പറയുന്നത് സമയം കുറേ, 2 മണിക്കൂർ 20 മിനിറ്റേ ഉള്ളൂ. 2.75 3 മണിക്കൂർ വലിച്ചു നോട്ടി വെറുപ്പിച്ചിട്ടില്ല. പെട്ടെന്ന് കാര്യം പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഫോർ മീ ആൽഫ വാസ് എ ഗുഡ് വാച്ച്. പ്രത്യേകിച്ച് ഇത് ടെക്നിക്കലി പെർഫോമൻസസ്, പിന്നെ ഒരുപാട് അങ്ങനെ സോങ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടെ ഈ സിസ്റ്റേഴ്സിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, ഷവാരിയും ആലിയ ഭട്ടും കൂടെ ഉള്ള ആ സാധനം വെച്ചിട്ട് ഒരു വെറുപ്പിക്കൽ പടമല്ല, ഒരു വൺ ടൈം വാച്ചബിൾ നല്ലൊരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് ഇനി വലിയ ഇതൊന്നുമില്ല. ഇനി കബീർ, വത്താൻ, മറ്റേ ടൈഗർ, മറ്റേ ഇങ്ങനെ വലിയ പാടാണ്. കാരണം ദുരന്തർ 1 and 2 they have done it. പിന്നെ അതിൻ്റെ മുകളിലൊരു സ്പൈ പടം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പറ്റൂലായിരിക്കും. പക്ഷേ നോർത്തിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഗിമ്മിക്സ് കാണിച്ചിട്ട് പരിപാടി നടത്തുമായിരിക്കും. നോക്കാം, ഇൻഷാ അല്ലാ.